മലയാളത്തിൽ വരുന്ന മാടൻ കഥകൾ ഒരുപാട് നമ്മൾ കേട്ടിട്ടുണ്ടാവും, ചിലവർ കേട്ടിട്ടുണ്ടാവില്ല. അതേപോലെ തന്നെ ചങ്ങലമാടൻ എന്ന് പറയുന്ന ആ ഒരു സാങ്കല്പ്യമാണോ അല്ലെങ്കിൽ യാഥാർത്ഥ്യമാണെന്ന് നമുക്ക് അറിയില്ല. പൊതുവെ ആൾക്കാർക്ക് അതിനെക്കുറിച്ച് അറിയില്ല. ചെകുത്താൻ സംഭവമായിട്ട് വരുന്ന ചെകുത്താൻ അത് യൂട്യൂബിൽ കണ്ടില്ല, ഫേസ്ബുക്കിലായിരിക്കും. ആ വേഷമായിട്ട് കൈകാര്യം ചെയ്തു. കാരണം ഒരു ഡോണായിട്ടാണ്. പണ്ട് നമ്മൾ മമ്മൂക്ക കമ്മീഷണറിൽ ചെയ്യേണ്ട റോള് സുരേഷ് ഗോപി ചേട്ടൻ ചെയ്തത്. ദൈവം അത്രയും വലിയ ആൾക്കാരൊക്കെ പിടിച്ചിട്ടില്ലേ. ചട്ടമ്പിന്ന് എന്താണ്, നിങ്ങളെല്ലാം റൗഡികളാണോ? അതുകൊണ്ടാണ് ഞാൻ എന്റെ മോഹന്റെ ഞാൻ ഓൾറെഡി പബ്ലിസിറ്റി ചെയ്തല്ലോ, നായകനായിട്ട് ചെയ്യുന്നെന്ന് പറഞ്ഞു. ചേട്ടൻ വില്ലനായിട്ട് നായകനാക്കോ? അത് നോക്കാം, ശ്രമിക്കാം. എപ്പിസോഡ് വേറെ രീതിയിലുള്ള സാധനങ്ങളാണ്. അപ്പോൾ അത് പറയാൻ പറ്റൂല. അത് വന്ന് നിങ്ങൾ കാണാം, കണ്ടാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ എന്താണ് ഞാൻ ചെയ്തു വെച്ചിരിക്കുന്നത്. നമസ്കാരമുണ്ട്. പ്രതിഭ, ചങ്ങലമാടൻ എന്ന് പറഞ്ഞൊരു വെബ് സീരീസിനെ കുറിച്ച് എന്തോ കേട്ടല്ലോ? ചങ്ങലമാടൻ ഈ വരുന്ന ഞായറാഴ്ച 10 മണിക്കാണ് ചാനലിലൂടെ റിലീസ്. ചട്ടമ്പി എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലാണ്. ചട്ടമ്പി യൂട്യൂബ് അല്ലേ? യൂട്യൂബ് ചാനലിലൂടെ റിലീസ്. നാളെ അതിന്റെ ഒരു പ്രിവ്യൂ ഷോ വെക്കുന്നുണ്ട്. കളമശ്ശേരിയിൽ വെച്ചാണ് അതിന്റെ പ്രിവ്യൂ ഷോ. ചട്ടമ്പി എന്താണ്, നിങ്ങളെല്ലാം റൗഡികളാണോ? അതുകൊണ്ടാണ് ഞാൻ എന്റെ മോഹന്റെ ചെല്ലപ്പേര് ചട്ടമ്പി. അപ്പൊ മോന് വേണ്ടി തുടങ്ങിയ ഒരു ചാനലാണ് ചട്ടമ്പി എന്ന് പറഞ്ഞത്. ഡീസന്റ് ആയിട്ട് ഇരിക്കണം, മോന്റെ പേര് കേൾക്കുമ്പോ തന്നെ അല്ലേ? അല്ല, അതിനകത്ത് അത്യാവശ്യം ചട്ടമ്പി തരമുള്ള വർക്കുകളായിരിക്കും എന്നത്. അതുകൊണ്ട് ചട്ടമ്പി ഇറങ്ങട്ടെ അല്ലേ? ഇയാളൊരു വർക്ക് ഞാൻ കണ്ടത്, ചെകുത്താൻ എന്നൊക്കെ പറഞ്ഞ സംഭവമായിട്ട് വരുന്ന ഒരു വർക്ക് ഞാൻ കണ്ടായിരുന്നു. ചെകുത്താൻ അത് യൂട്യൂബിൽ കണ്ടില്ല, ഫേസ്ബുക്കിലായിരിക്കും. ഫേസ്ബുക്കിൽ കണ്ടു. പക്ഷെ അത് വേറൊരു ലുക്കിലാണ്. അത് വേറെ ലുക്കാണ്. ഫേസ് ഒക്കെ എന്ന് വെച്ചാൽ അത് എന്താ പറയുക രീതിയിൽ. അത് സത്യം പറഞ്ഞാൽ ചെകുത്താൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ ഞാനല്ല ചെയ്യേണ്ടത്, സുഹൃത്തായിരുന്നു. അവൻ വന്നില്ല. അപ്പൊ ഞാൻ ആ വേഷമായിട്ട് കൈകാര്യം ചെയ്തു. കാരണം ഒരു ഡോണായിട്ടാണ്. പണ്ട് നമ്മൾ മമ്മൂക്ക കമ്മീഷണറിൽ ചെയ്യേണ്ട റോള് സുരേഷ് ഗോപി ചേട്ടൻ ചെയ്ത പോലെ. ദൈവം അത്രയും വലിയ ആൾക്കാരൊക്കെ പിടിച്ചിട്ടില്ലേ. ഞാൻ ചെറിയൊരാളാ. അപ്പൊ അതായത് വേറെ ഒന്നുമില്ല, വേറെ സുഹൃത്ത് വരണമെന്ന് പറഞ്ഞാൽ അവൻ വന്നില്ല. അതായത് ടീം വർക്കായിരുന്നു. അപ്പൊ സാമ്പത്തിക ബുദ്ധിമുട്ട് അവൻ വന്നില്ല. അതുകൊണ്ടിട്ട് തന്നെ ഞാൻ ആ വേഷം കൈകാര്യം ചെയ്തു. ചങ്ങലമാടൻ പ്രതീക്ഷിക്കാമല്ലോ നല്ല രീതിയിൽ. ചങ്ങലമാടൻ മലയാളത്തിൽ വരുന്ന മാടൻ കഥകൾ ഒരുപാട് നമ്മൾ കേട്ടിട്ടുണ്ടാവും, ചിലവർ കേട്ടിട്ടുണ്ടാവില്ല. അതേപോലെ തന്നെ ചങ്ങലമാടൻ എന്ന് പറയുന്ന ആ ഒരു സാങ്കല്പ്യമാണോ അല്ലെങ്കിൽ യാഥാർത്ഥ്യമാണെന്ന് നമുക്ക് അറിയില്ല. പൊതുവെ ആൾക്കാർക്ക് അതിനെക്കുറിച്ച് അറിയില്ല. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് കൊടുക്കുന്നത് യാഥാർത്ഥ്യമാണെന്നുള്ള രീതിയിലാണ് നമ്മൾ കൊടുക്കുന്നത്. പിന്നെ ലോ ബഡ്ജറ്റാണ്. അപ്പോൾ അതിൻ്റെതായ കുറച്ച് പ്രശ്നങ്ങളുണ്ടാകും. എന്നാലും ക്വാളിറ്റി ആയാലും അത്യാവശ്യം അഭിനയിച്ചിരിക്കുന്ന ആൾക്കാരായാലും നല്ല രീതിയിൽ. സിനിമാകാരൻ ഗിരിനെ കുറിച്ച് എന്തായി കാര്യങ്ങൾ? എന്തായി സിനിമാക്കാരൻ ഗിരി ഇനി ഒരു കുറച്ച് ദിവസത്തെ ഞാൻ പറഞ്ഞില്ല, കുറച്ച് ദിവസത്തെ ഷൂട്ട് ഉണ്ടല്ലേ. അപ്പോൾ അതും കൂടെ ചെയ്തിട്ട് ആദ്യം ഞാൻ തിയേറ്ററിൽ റിലീസാണ് ഉദ്ദേശിച്ചത്. പക്ഷേ ഇപ്പോൾ അറിയാലോ നമ്മുടെ സിറ്റുവേഷനൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ OTT അല്ല, ഇപ്പൊ എല്ലാ മൂവീസും OTT-ലാണ് കൂടുതൽ വരുന്നത്. കാരണം വേറൊന്നുമല്ല, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചെറിയ സിനിമകൾ വരുമ്പോൾ വലിയ സിനിമ വരുമ്പോൾ ചെറിയ സിനിമയെ തഴയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വേറൊന്നുമല്ല. ഓഡിയൻസിന് വലിയ പടങ്ങൾ ഇപ്പം ആണ് കാണാനായിട്ട് പെട്ടെന്ന് നോക്കുന്നത്. അപ്പൊ ചെറിയ പടം നല്ല പടമായിരിക്കും, പക്ഷെ വലിയ പടത്തിലേക്കാണ് പോകുന്നത്. താരങ്ങളുടെ സിനിമയാണ് കൂടുതലും ജനങ്ങൾ തിയേറ്ററിൽ പോയി. അല്ല, OTT മതിയെന്നേ. OTT ആണെങ്കിലും ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാണ്ടല്ലോ വേറെ ലെവലാണ്. പിന്നെ അതുപോലെ തന്നെ എന്നെയും അലിൻ ജോസിനെയും വെച്ചിട്ട് യുദ്ധം എന്നൊരു ഷോർട്ട് മൂവി ഇപ്പൊ ഷൂട്ട് കിടക്കുകയാണ്. എന്തായാലും മഴയുണ്ട്, നമ്മളിപ്പോ പെൻഡിങ് ആക്കി. അതെ, വേറൊരു ഷോർട്ട് ഫിലിം അലിൻ ജോസ് ഞാൻ ചെയ്തായിരുന്നു, അരിയേട്ടൻ്റെ പെണ്ണ് ആൻസി. അതിനുശേഷമാണ് ഞങ്ങൾ ഒന്നിക്കുന്നൊരു വർക്കാണ്. അത് നമ്മുടെ നിഷ ഇടുക്കി പ്രൊഡ്യൂസ് ചെയ്ത് ബ്രൈറ്റ് ഡയറക്റ്റ് ചെയ്തൊരു വർക്കാണ്. അപ്പോൾ അത്യാവശ്യം നല്ല റീച്ചുള്ള ഒരു വർക്കായിരുന്നു. അതിനുശേഷം ഇപ്പോൾ യുദ്ധം എന്ന് പറയുന്ന ഷോർട്ട് ഫിലിമിൽ ഞങ്ങൾ ഒന്നിക്കുകയാണ്. വില്ലനായിട്ടാണ് വില്ലെന്ന് പറയണ്ട, നായകനായിട്ടൊന്ന് ഇരുന്നോട്ടെ, ഗ്ലാമർ ഉണ്ടല്ലോ. അപ്പം ഞാൻ ഓൾറെഡി പബ്ലിസിറ്റി ചെയ്തല്ലോ, നായകനായിട്ട് ചെയ്യുന്നെന്ന് പറഞ്ഞു. ചേട്ടൻ വില്ലനായിട്ട് എന്തെങ്കിലും നായകനാക്കുമോ? അത് നോക്കാം, ശ്രമിക്കാം. ഇത് വർഷങ്ങളായിട്ട് പറഞ്ഞിട്ട് നായകനാക്കാൻ നല്ല നായകനും തരൂ. ചങ്ങലമാടൻ അല്ലേ? അപ്പോൾ ഒരു മിനിറ്റ്. അപ്പോൾ ചങ്ങലമാടൻ വെബ് സീരീസിന്റെ ഫസ്റ്റ് എപ്പിസോഡ് ഈ വരുന്ന ഞായറാഴ്ച റിലീസാണ്. എല്ലാവരും കാണുക. 10 മണിക്കാണ് നമ്മൾ ടൈം ഫിക്സ് ചെയ്തേക്കുന്നത്. അപ്പോൾ എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. പുതിയ ചാനലാണ്. അപ്പോൾ അതിൻ്റെ അകത്തേക്ക് ഇടുന്ന വീഡിയോസ്, ഒരു ബ്ലഡ് എന്ന് പറഞ്ഞ ഷോർട്ട് ഫിലിം എൻ്റെ തന്നെ ഷോർട്ട് ഫിലിം അത്യാവശ്യം റീച്ചായി. അതേപോലെ തന്നെ ചങ്ങലമാടനും റീച്ചാക്കി തരിക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.